കുഞ്ഞുങ്ങളിൽ ടാക്ടൈൽ സെൻസേഷൻ ഡെവലപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട്, ആരോഗ്യകരമായിട്ട് വികസിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള ടാക്ടൈൽ സ്റ്റിമുലേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സ്റ്റിമുലേഷനൊക്കെ നമ്മൾ നൽകി വരാറുണ്ട്. ഈ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന മുതൽ, വെള്ളത്തിൽ കുളിപ്പിക്കുന്ന മുതൽ, ഓക്കെ, പല ടെക്സ്ചേഴ്സുള്ള തുണി കൊണ്ട് റാപ്പ് ചെയ്യുന്ന, പൊതിഞ്ഞ് വെക്കുന്നത് മുതൽ, ഇതെല്ലാം ടാക്ടൈൽ സെൻസേഷനാണ്. ടാക്ടൈൽ സെൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട, ഓക്കെ, പല ടെക്സ്ചേഴ്സിലുള്ള. അപ്പോൾ നമുക്കറിയാം, എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പം ഓയിലിന്, എണ്ണയ്ക്ക് വേറൊരു ടെക്സ്ചറാണ്, വെള്ളത്തിന് വേറൊരു ടെക്സ്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം ഈ കുളി ഒക്കെ പറയുന്നത് അത് ഒരു പ്ലേ ആണ്, ഒരു തരം കളിയാണ്. അതിലൂടെ ഈ പറയുന്ന സ്റ്റിമുലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ സെൻസസ് കൃത്യമായിട്ട് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട്, വികസിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ തീരെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ തുണിയിൽ റാപ്പ് ചെയ്ത് വെക്കുമല്ലോ, പൊതിഞ്ഞ് വെക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് പല ടെക്സ്ചേഴ്സുള്ള തുണികൾ ഉപയോഗിക്കാം. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത്, കുറച്ച് റഫായിട്ടുള്ളത്, അപ്പോൾ ഇങ്ങനെ പല ടെക്സ്ചേഴ്സിലുള്ള, ഒരുപാട് ടെക്സ്ചേഴ്സിലുള്ള ക്ലോത്ത് മെറ്റീരിയൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ റാപ്പ് ചെയ്യാം. അതും ഒരു ടാക്ടൈൽ സ്റ്റിമുലേഷനാണ്. പിന്നെ അവർ കുറച്ചുകൂടെയൊക്കെ വളർന്നു വരും. പിന്നെ അല്ലാതെ ടോയ്സ് കിട്ടും, പല ടെക്സ്ചേഴ്സിലുള്ള ടോയ്സ്. അപ്പോൾ അതവർ കൈ വെച്ച് കളിക്കുമ്പോഴത്തേക്ക് അതും ഒരു ടാക്ടൈൽ സ്റ്റിമുലേഷനാണ്. റഫായിട്ടുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത് ഒക്കെ ഇങ്ങനെ പല തരത്തിലുള്ള, കുറച്ച് എന്താ പറയുക, ഈ ഓയിലി തെന്നുന്ന പോലുള്ളത്, ഒട്ടുന്ന പോലുള്ള, പശപ്പുള്ളത്, ഓക്കെ, ഇതെല്ലാം തന്നെ ടാക്ടൈൽ സ്റ്റിമുലേഷനാണ്. വളർന്നു വരുമ്പോഴത്തേക്ക് അവർ നമുക്ക് മണ്ണിലിറക്കി നടത്തുന്നത്, കല്ലിക്കൂടെ നടത്തുന്നത്, പുല്ലിക്കൂടെ നടത്തുന്നത്, ഇതെല്ലാം ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സുള്ള നമ്മുടെ പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇതും എന്താണ്, അവർക്ക് ഒരു ടാക്ടൈൽ സ്റ്റിമുലേഷനാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ അവർക്ക് ഈ പറയുന്ന സ്റ്റിമുലേഷനൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ടാക്ടൈൽ സെൻസേഷനും ആ ടാക്ടൈൽ സെൻസും നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. താങ്ക് യു.